السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസ സുഹൃത്തുക്കളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവോപരി മേഖലകളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വമേധയാ എന്നോടും ഉപദേശിയാൻ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് ജനങ്ങളിൽ നിന്നും അവരുടെ വെറുപ്പ് സമ്പാദിക്കാൻ ആഗ്രഹിക്കാത്ത, അവരിൽ നിന്നും തൃപ്തി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ നാമൊക്കെ യഥാർത്ഥത്തിൽ സമ്പാദിക്കേണ്ട നമ്മുടെ സ്രഷ്ടാവിൻ്റെ തൃപ്തിയുണ്ട്. അവരിൽ നിന്നും നാം കരസ്ഥമാക്കേണ്ട, അവൻ നമ്മോട് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി വിഖ്യാത പണ്ഡിതൻ റബീ അൽ മദ്ഖലി റഹിമഹുല്ല അദ്ദേഹം തൻ്റെ മുദക്കിറത്തുൽ ഹദീസ് അൻ-നബവി എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന അദ്ദേഹം കൊണ്ടുവരുന്ന ഹദീസുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ല, അതുപോലെ തന്നെ മാലിക് അഹ്മദ് ഇവരൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ യർളാ ലക്കും സലാസ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കാര്യങ്ങളെ തൊട്ട് തൃപ്തിപ്പെടും. വയസ്ഖതു ലക്കും സലാസ, അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങളെ തൊട്ട് അവൻ കോപിക്കുമെന്നുള്ളതാണ്. എന്നിട്ട് തുടർന്ന് പറയുകയാണ്, യർളാ ലക്കും അൻ തഅബുദു വലാ തുശ്രികു ബിഹി ഷൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒന്നാമത്തെ കാര്യമായി നമ്മൾ പഠിപ്പിക്കുന്നത് അൻ തഅബുദൂഹു, അവനെ നിങ്ങൾ ആരാധിക്കുക, വലാ തുശ്രികു ബിഹി ഷൈആ, അവനിലൊന്നും നിങ്ങൾ പങ്കു ചേർക്കരുത്. രണ്ടാമതായി പഠിപ്പിക്കുന്നത് വ അൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും വന്ന പ്രവാചകന്റെ ചര്യയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുമൊക്കെ ഖുർആനുമൊക്കെ നാം കൃത്യമായി മുറുകെ പിടിക്കുക, അതിനെ പിന്തുടരുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി പഠിപ്പിക്കുന്നത് വലാ തനാസഹു മൻ വല്ലാഹു അല്ലാഹു അംറക്കും, നിങ്ങളുടെ കാര്യമേൽപ്പിച്ച ആളുകളിൽ നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരാവുക. എന്നിട്ട് വയസ്ഖതു ലക്കും സലാസ, അള്ളാഹുവിൻ്റെ കോപമുള്ള മൂന്ന് കാര്യങ്ങളെ പറ്റി പറയുകയാണ്. ഖീല വഖാൽ, നിരർത്ഥകമായ കണ്ടതും കേട്ടതുമൊക്കെ വിളിച്ചു പറയുന്ന ഒന്ന്. രണ്ടാമതായി പഠിപ്പിക്കുന്നത് വകസ്റത്തു സുആൽ, ധാരാളമുള്ള അധികരിച്ച ചോദ്യം എന്നുള്ളതാണ്. മൂന്നാമത്തേത് വഇളാഅത്തുൽ മാൽ, ധനം ദൂർത്തടിക്കുക, തൻ്റെ സമ്പാദ്യത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും വിട്ടുനിൽക്കാനും നാം ശ്രമിക്കേണ്ടതിന് അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.